ഹലോ, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്കൊരു അടിപൊളി കുൽഫി ഉണ്ടാക്കിയാലോ? ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ചൂടത്ത് കുൽഫിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. മാത്രമല്ല അതിന് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ കുൽഫിയുടെ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ കുൽഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കുൽഫി. അധികം സമയമൊന്നും വേണ്ട, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പാലിപ്പോൾ ഞാൻ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 1/2 ലിറ്റർ പാലായി ഇത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്താലും മതി. അപ്പോൾ ജസ്റ്റ് ഇതൊന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കുക. നല്ല പോലെ തിക്കാവൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി കണ്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പം നമ്മുടെ കുൽഫിയുടെ മിക്സ് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പിസ്തയും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതൊന്നും ചേർത്തില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കുൽഫിക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ കുൽഫിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യണം. ഐസ് ക്രിസ്റ്റലൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ച് വേണമെങ്കിൽ അങ്ങനെയും കവർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 2 സ്റ്റിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ 2 കുൽഫി ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്റ്റിക്ക് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇറക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റിക്കില്ലാതെയും കുൽഫി ഉണ്ടാക്കാം കേട്ടോ. ഗ്ലാസ്സിലേക്ക് നമ്മൾ കുൽഫിയുടെ മിക്സ് ഒഴിച്ചിട്ട് ഫ്രീസറിൽ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിച്ചാലും മതി. ഇനിയിപ്പോൾ സ്റ്റിക്കില്ല എന്ന് വിചാരിച്ചിട്ട് കുൽഫി ഉണ്ടാക്കാതിരിക്കൊന്നും വേണ്ട. അപ്പോൾ ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കണം. ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലുമൊക്കെ ഫ്രീസറിൽ വെക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുൽഫി റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ 8 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ കുൽഫി ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുൽഫി ഇവിടെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് വിട്ടു വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. ഒത്തിരി സമയമൊന്നും മുക്കിയെടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ കുൽഫി പെട്ടെന്ന് മെൽറ്റായി പോവും. ഇളം ചൂടുള്ള വെള്ളം എടുത്താൽ മതി, നല്ല ചൂടുള്ള വെള്ളം എടുക്കരുത്. അപ്പോൾ ഇനി ഗ്ലാസ് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് കുൽഫി പെട്ടെന്ന് ഗ്ലാസ്സിൽ നിന്ന് വിട്ടു പോരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, നമ്മുടെ കുൽഫി വളരെ ഈസി ആയിട്ട് ഗ്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല ഷേപ്പോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ മറ്റേ കുൽഫിയും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. പക്ഷേ ഈ കുൽഫി എനിക്ക് ശരിക്കും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വെച്ചപ്പോൾ തന്നെ മോൻ അതൊന്ന് എടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് സെറ്റായി കിട്ടാതിരുന്നത്. അപ്പോൾ നമ്മൾ നല്ലവണ്ണം സെറ്റ് ആയതിനു ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളി കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഔട്ട്ഡോർ പറയുന്നതിന് മുമ്പ് ഞാനിന്ന് നിങ്ങൾക്ക് പുതിയൊരു ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ട്രെൽ എന്നാണ് കേട്ടോ ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിലും പോയിട്ട് ഈ ട്രെൽ എന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം ട്രെൽ കമ്മ്യൂണിറ്റി ഒന്ന് ഓപ്പൺ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൽ ഷോപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ പോയിട്ട് നേഹ ഫുഡ് സ്റ്റോറീസ് എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ പ്രൊഫൈൽ കാണാൻ പറ്റും. അപ്പോൾ ട്രെൽ എന്ന ആപ്പിലും നേഹ ഫുഡ് സ്റ്റോറീസ് എന്ന പേരിൽ ഞാനൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല അടിപൊളി വെറൈറ്റി ഫുഡ് റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുതൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പികളൊക്കെ ഞാൻ അതിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ട്രെൽ എന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നേഹ ഫുഡ് സ്റ്റോറീസ് പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്